ഹായ് കൂട്ടുകാരെ, രാവിലെ 6 മണിയായപ്പോഴത്തേക്കും കണ്ണിൽ കുത്തി തറയ്ക്കുന്ന പോലെയാണ് കേട്ടോ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത്. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം നമ്മുടെ ടെറസൊക്കെ ഒന്ന് അടിച്ചു വാരി ഗോതമ്പ് വെയിലത്തിടാന്ന് കേട്ടോ. ഈ വെയിലിങ്ങനെ എപ്പോഴൊന്നും ഉണ്ടാവില്ല, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും മങ്ങും പൊടി പൊടിയായിട്ട് മഴ തുള്ളാനായിട്ട് തുടങ്ങും. അപ്പോൾ വെയിൽ കണ്ടപ്പോൾ വേഗം ഗോതമ്പൊക്കെ ഉണങ്ങാനായിട്ട് ഇട്ടിട്ടാവാം അടുക്കളയിലേക്ക് കയറുന്നതെന്ന് വിചാരിച്ചിട്ട് ആദ്യം ടെറസ് അടിക്കലും പരിപാടിയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ ദിവസത്തിലെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇങ്ങനെ വെയിലുദിക്കലും മഴ തൂളലും ഒക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഗോതമ്പ് ശരിക്കും അങ്ങോട്ട് ഉണങ്ങി കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ ഗോതമ്പ് ഇടാമെന്ന് വിചാരിച്ചത്. ഒരു 5 ദിവസമെങ്കിലും ആയിട്ടുണ്ട് ഞാൻ ഗോതമ്പ് കഴുകി ഉണക്കാനായിട്ട് തുടങ്ങിയിട്ട്. നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിലേ ഗോതമ്പ് നല്ല നൈസായിട്ട് പൊടിച്ച് കിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടാണ് പൊടിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഗോതമ്പ് പൊടിയില്ലേ, ആശീർവാദിൻ്റെയൊക്കെ ഗോതമ്പ് പൊടി, അതുപോലെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ആ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മൾ ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടും ചപ്പാത്തിയൊക്കെ നല്ല സോഫ്റ്റായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് ഉണക്കി നല്ല ഫൈനായിട്ട് പൊടിപ്പിക്കാനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ മോൾഡുകൾ കുറച്ച് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ കുറേ മോൾഡുകൾ നമുക്ക് കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ കഴുകി വെച്ചു. ഈ മഴ അങ്ങനെ പൊടിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഒന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നല്ല വെയിലില്ലാത്തതുകൊണ്ടേ, മഴ മാത്രമല്ലേ ഉള്ളൂ. നല്ല വെയിലുണ്ടെങ്കിലേ നമുക്ക് കുറച്ച് സമയം വെക്കുമ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ മോളിൽ നിന്ന് ഉണങ്ങിയതൊക്കെ ഞാൻ എടുത്തിട്ട് അടിയിൽ ഉണങ്ങാത്തത് അങ്ങനെ വീണ്ടും ഒന്ന് തട്ടിക്കുടഞ്ഞ് തിരിച്ചു മറിച്ചൊക്കെ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ മിനിങ്ങാന്നൊന്നും തീരെ വെയിലുണ്ടായിരുന്നില്ല. ഒന്ന് ചെറുതായിട്ട് അങ്ങ് വെയിലുദിക്കും, പിന്നെ അതങ്ങ് മങ്ങിപ്പോയിട്ട് മഴ അങ്ങനെ പൊടിയായിട്ട് മഴ തൂളും, അത് കഴിഞ്ഞ് വീണ്ടും വെയിലുദിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ആദ്യം മോൾഡുകളൊക്കെ കൊടുന്ന് ഇങ്ങനെ വെയിലത്ത് കൊടുന്ന് വയ്ക്കുന്നുണ്ട് കേട്ടോ. വെയിലൊക്കെ മങ്ങി, ഞാനും ടെറസൊക്കെ ഒന്ന് അടിച്ചു വാരി വരുമ്പോഴേക്കും വെയിൽ മങ്ങി. എന്നാലും ഞാൻ അങ്ങ് വെച്ചു എന്ന് മാത്രം. മഴക്കാരൊന്നും കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മോൾഡുകളൊക്കെ എടുത്ത് കൊടുന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ മോൾഡുകൾ വെച്ചു, അപ്പുറത്തെ സൈഡിൽ ഞാൻ ഗോതമ്പ് ഉണക്കാനായിട്ട് ഇടുകയാണ്. ഈ ഒരു കിഴി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദിവസം ഒരു 5 പ്രാവശ്യമെങ്കിലും 5-6 പ്രാവശ്യമെങ്കിലും ഞാൻ എടുത്തു വയ്ക്കും കേട്ടോ. മഴ തൂളുമ്പോൾ അത് അങ്ങോട്ടേക്ക് എടുത്തു വയ്ക്കും, വീണ്ടും വെയിൽ ഉദിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് എടുത്തു വയ്ക്കും, വിരിച്ചിടും. അതൊക്കെയാണ് പണി. അപ്പോൾ ഇതാ നമ്മൾ ഗോതമ്പൊക്കെ വീണ്ടും ഒന്ന് വിരിച്ച് അത് മൂടിയിട്ട് സെറ്റാക്കി വെച്ചു കേട്ടോ. അപ്പോൾ പ്രാവൊക്കെ വന്നിങ്ങനെ കൊത്തിയെടുക്കുകയൊക്കെ ചെയ്യും. എന്നാലും വലിയ കുഴപ്പമില്ലാതെ അവർക്ക് കിട്ടാത്ത രീതിയിൽ ഇങ്ങനെ സൈഡൊക്കെ ഒന്നിങ്ങനെ ചുരുട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പുറത്തത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് അകത്തേക്ക് വന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ തന്നെ കുക്കർ ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുക്കറിൽ വെച്ചിട്ട് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് ചിക്കൻ പീസ് ഉണ്ടായിരുന്നു. ഈ എല്ല് പീസൊക്കെ എപ്പോഴും കറി വയ്ക്കുമ്പോഴേ ഇവിടെ പിള്ളേരൊന്നും എല്ല് പീസ് കഴിക്കില്ല. അവർക്കൊക്കെ എല്ലില്ലാത്ത പീസുകളാണ് ഇഷ്ടം. അപ്പോൾ ഈ എല്ലുള്ള പീസുകൾ കുറേ വരുമ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ മാറ്റി വെച്ച ചിക്കൻ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ നമുക്ക് കള്ളപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ബാക്കി ഉണ്ടായിരുന്ന 2 കള്ളപ്പും കുറച്ച് കട്ട് ചെയ്ത പീസുകളും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കള്ളപ്പം ശരിക്കും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാനത് ഫ്രിഡ്ജിൽ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് എടുത്ത് ആവി കയറ്റി കഴിഞ്ഞാൽ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കള്ളപ്പത്തിൽ അങ്ങോട്ട് സെറ്റാക്കാം. നമുക്കിന്ന് ചോക്ലേറ്റ് ഉണ്ടാക്കാനും പിസ്തയുടെ ചോക്ലേറ്റ് പാക്ക് ചെയ്യാനും പിന്നെ കടയിൽ കുറച്ച് ബോക്സിലാക്കാനും അങ്ങനെ കുറേ പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ആദ്യം നമ്മൾ വന്ന വഴിക്ക് തന്നെ സവോള നന്നാക്കുകയാണ് കേട്ടോ. ചിക്കൻ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിലുണ്ടായിരുന്ന ചിക്കൻ എടുത്ത് തണുപ്പ് പോകാനായിട്ട് പുറത്തെടുത്ത് വെച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സവോളയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അങ്ങ് അടുപ്പ് കത്തിക്കാന്ന് വെച്ചിട്ടാണ്. എൻ്റെ ഒരു രീതി അങ്ങനെയാണ് കേട്ടോ. അടുപ്പിൽ വെക്കാനായിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. നിങ്ങൾക്ക് അതൊരു മുഷിച്ചിലായിട്ട് തോന്നുന്നുണ്ടോ എന്നറിയില്ല. ആദ്യമായിട്ട് കാണുന്നവർക്ക് അറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓരോ അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടാണ് ഞാൻ അടുപ്പ് കത്തിക്കുക. അപ്പോൾ അതിങ്ങനെ പിന്നാലെ നമുക്ക് ഓരോന്ന് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അതോരടുപ്പത്ത് കുക്കർ ചിക്കൻ വെക്കാനുള്ള കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഞാൻ ചായയും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചായക്കുള്ള പഞ്ചസാരയും ചായപ്പൊടി സാധനങ്ങളൊക്കെ ഇട്ടു നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോഴേക്കും നമ്മൾ ഇപ്പുറത്ത് കുക്കറിൽ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് ഇന്നൊരു അടിപൊളി കുക്കർ ചിക്കൻ എന്ന് വേണമെങ്കിൽ പറയാം, ചിക്കൻ കറി വെക്കാം കേട്ടോ. അപ്പോൾ അതാ ഓയിലൊക്കെ ചൂടായി വന്നപ്പം പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പെരുംജീരകം, കുരുമുളക് എല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് കൂട്ടാൻ വെക്കുന്ന പരിപാടി ഇല്ല. ഇന്ന് വൈകുന്നേരം വരയ്ക്കുള്ള കറിയാണ് ഈ ഒരു
ചിക്കൻ കറി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവോള എടുത്തു, അതിലേക്ക് കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്, ഒരു പകുതി ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചിക്കൻ കറി ഇങ്ങനെയുള്ള കറികൾ ഇങ്ങനെ ചാറാക്കി ആക്കിയിട്ട് വെക്കുമ്പോഴേ ഒരു കഷ്ണം ക്യാപ്സിക്കം ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ വീട്ടിൽ നമ്മൾ തന്നെ അരച്ച് വെച്ചതാണ്. അപ്പോൾ ഉപ്പ് ചേർത്ത് അരയ്ക്കുന്നതുകൊണ്ട് ഞാൻ പിന്നീട് ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. സബോള വഴലാനായിട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടില്ല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ ഉപ്പുള്ളത് കൊണ്ട്. ഇപ്പോൾ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പ് ചേർത്തിട്ട് വഴറ്റി കഴിഞ്ഞാൽ സബോള പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. ചായ ഇറക്കി കഴിഞ്ഞ് പിന്നെ ഞാൻ ഓട്സ് ഉണ്ടാക്കാനായിട്ട് പാലടപ്പത്ത് വെച്ചു. അപ്പുറത്തെ അടുപ്പിൽ നിന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയല്ലോ. അതിന് ഞാൻ പാലടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ആദൂനും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തേക്കണത്. ആദു ഇപ്പോൾ നല്ല വെയിറ്റ് കൂടിയിരിക്കുകയാണെന്ന് പറഞ്ഞ് ഒന്ന് കുറയ്ക്കാനുള്ളൊരു ശ്രമത്തിലാണ് കേട്ടോ, ഭക്ഷണമൊക്കെ കുറച്ച് അങ്ങനെ. അപ്പം ഞാൻ രാവിലെ ഓട്സ് കഴിക്കുന്നതുകൊണ്ട് അവൻ പറഞ്ഞു എന്നാൽ അമ്മ എനിക്കും കൂടി ഉണ്ടാക്കുമെന്ന് ചോദിച്ചപ്പോൾ എന്നാൽ ശരി അവനും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതായത് 4 സ്പൂണാണ് ആകെ ഇടുക. ഒരു ഗ്ലാസ് പാലിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 4 സ്പൂണ് ഓട്സ് ഇട്ട് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുത്താലേ ആ പരിപാടി കഴിഞ്ഞു കേട്ടോ. അതിൽ കുറച്ച് പഞ്ചസാര ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഞാൻ കുറുക്കിയെടുക്കുക. അപ്പോൾ അതിൻ്റെ പകുതി ഞാനും കഴിക്കും, പകുതി അവനും കഴിക്കും. അപ്പോൾ ഞങ്ങൾ 2 പേരുടെയും ബ്രേക്ക്ഫാസ്റ്റ് ഓട്സിൽ അങ്ങനെ കഴിയും കേട്ടോ. പിന്നെ അജുവിനും പപ്പയ്ക്കൊക്കെ വേണ്ടി നമ്മൾ കള്ളപ്പം ആവി കയറ്റാനായിട്ട് വെക്കുകയാണ്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കള്ളപ്പാണല്ലോ, അതിന് വേണ്ടിയാണ് ഇഡ്ഡലി പാത്രം ഇതുപോലെ തട്ട് കമിഴ്ത്തിയിട്ടിട്ട് വെച്ചേക്കണത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മസാലകൾ ഇവിടെ സബോള ഇവിടെ നന്നായിട്ട് വാടി വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കള്ളപ്പം മുറിച്ച് വെച്ചിരുന്ന കള്ളപ്പം ഞാൻ ആദ്യം ഒരു പ്ലേറ്റിലാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് മുറിക്കാത്ത കള്ളപ്പം ചൂടാക്കാനായിട്ട് കള്ളപ്പം വട്ടയപ്പം എന്നൊക്കെ പറയില്ലേ അത് വെച്ചത് കേട്ടോ. അപ്പോൾ മുറിച്ച് വെച്ചത് ഒന്ന് ആവിയേറ്റി എടുത്ത് അത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പിന്നെ ബാക്കിയുള്ളതും മുറിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ആദ്യം ചെറിയ പാത്രമാണ് എടുത്തത്, പിന്നീട് ഞാനത് വലിയ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ അടിപൊളി വട്ടയപ്പാണ് കേട്ടോ. ഇന്നലെ മധുരട്ടതാണ്, പക്ഷേ ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പമായില്ലോ. അപ്പോൾ അതാ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു. അതിനിടയിൽ എൻ്റെ ഫോണ് വീഡിയോ റെക്കോർഡാവാതെ എന്തോ ഒരു കംപ്ലൈൻറ്റ് വന്നു കേട്ടോ. അതുകൊണ്ടാണ് ആ വീഡിയോ ഒന്നും ഇല്ലാത്തത് ഇതിൽ. പിന്നെ അതിലേക്ക് കുറച്ച് സോയാ സോസും കുറച്ച് ടൊമാറ്റോ സോസും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സോയാ സോസ് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ടേസ്റ്റ് കിട്ടും. പിന്നെ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്താൽ എൻ്റെ ഒരു തക്കാളി ഉണ്ടായിരുന്നില്ല. അപ്പോൾ തക്കാളി ഉള്ളവർ തക്കാളി അരച്ചതിൻ്റെ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ തക്കാളി ഇല്ലാത്ത കാരണം കൊണ്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടി അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഒഴിച്ചു കൊടുത്തു. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 2 വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡിയാവും കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റാക്കുന്നതിനിടയിൽ നമ്മുടെ വട്ടയപ്പം ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒന്നിങ്ങനെ കട്ടിയായിട്ടിരിക്കും, അതൊന്ന് ആവി കയറ്റിയാൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതും ഞാനിതുപോലെ കട്ട് ചെയ്തിട്ട് പാത്രത്തിലാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞു. അതുപോലെ തന്നെ വൈകുന്നേരം വരെയുള്ള നമ്മുടെ ചിക്കൻ്റെ കറിയുടെ പരിപാടിയും അത് 2 വിസിൽ വന്നപ്പം കഴിയും കേട്ടോ. അപ്പോൾ ഇതൊക്കെ പാത്രത്തിലാക്കി വെക്കുമ്പോഴത്തേക്കും നമ്മുടെ കുക്കർ വിസിലൊക്കെ പോയി ഞാൻ അങ്ങനെ ഓഫ് ചെയ്തു. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ആക്കി എടുക്കാം കേട്ടോ. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി വെക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. രാവിലത്തെ പരിപാടികൾ കഴിഞ്ഞു. ഇന്ന് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പുറത്ത് തുണികളായാലും വിരിച്ചിടലും ഒക്കെ കഴിഞ്ഞു. വെയിലൊന്നും ഇല്ല കേട്ടോ, രാവിലെ കണ്ട വെയിലൊക്കെ പോയി. എന്നാലും ഞാൻ മഴ ചാറിനില്ലാത്ത കാരണം കൊണ്ട് ഒന്നും എടുത്തു വെച്ചിട്ടില്ല എന്ന് മാത്രം. അപ്പം അത് കഴിഞ്ഞ് നമ്മളിന്ന് ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കി കേട്ടോ. കുറച്ച് ചോക്ലേറ്റ് ഉണ്ടാക്കാനുണ്ടായിരുന്നു, അത് ഉണ്ടാക്കി ഇതുപോലെ ബോക്സിലാക്കി മാറ്റി വെച്ചു. അതുപോലെ തന്നെ ഇനി നമുക്കുള്ളത് പിസ്ത ചോക്ലേറ്റ്, അതിൻ്റെ സ്ലീവ് കൊടുക്കാനാണ് കേട്ടോ. ഒരു 2 ദിവസം മുമ്പാണ് നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ ഈ ഒരു സ്ലീവിന് ഇത് പിസ്ത ചോക്ലേറ്റിന് ഗോൾഡ് ഈ സിൽവർ കളറ് പാക്കിങ് കൊടുത്തത് കേട്ടോ, ഫോയിൽ ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞു വെച്ചത്. അതിനുശേഷം 2 ദിവസമായിട്ട് നമ്മുടെ കടയിലെ മെഷീൻ കംപ്ലൈൻ്റ് ആയിരുന്നല്ലോ, അതിൻ്റെ ഒരു ബ്ലേഡിന് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ശരിക്കും കട്ടാവാതെ നമ്മൾ അതിൻ്റെ പുറകെയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കിട്ടി ഓടിപ്പോയി മെഷീൻ റെഡിയാക്കാൻ പറ്റുമോ എന്നുള്ള പരിപാടിയിലൊക്കെ ആയിരുന്നു. അതിൻ്റെ ബ്ലേഡ് വെട്ടു നോക്കലും വർക്ക് ചെയ്യിപ്പിച്ച് നോക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല. അതിനിടയിൽ കുറച്ച് ചോക്ലേറ്റ് അവിടെ ഉണ്ടായിരുന്നത് നമ്മൾ ഇന്നലെ രാത്രി പാക്ക് ചെയ്യുകയും ചെയ്തു കേട്ടോ.
അപ്പോൾ ഇനി അത് ബോക്സിലാക്കാനുണ്ട്. അപ്പോഴേക്കും ഞാൻ കുറച്ച് ഇതങ്ങ് സ്ലീവ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ ഇത് സ്ലീവ് കേട്ടോ. ഇതാണ് ഞാൻ സ്ലീവ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഇതിൻ്റെ സ്ലീവ് എന്നാണ് ഞങ്ങൾ പറയണത്. ഇതിങ്ങനെ ഒരു പേപ്പറിൽ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുള്ള പിസ്ത ചോക്ലേറ്റിൻ്റെ അതിൻ്റെ മുകളിൽ സ്റ്റിക്കറാണ്. ആ സ്റ്റിക്കർ അങ്ങ് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ സെൻറ്ററിൽ നമ്മുടെ ചോക്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് അവിടെ ഒട്ടിയിരുന്നോളും. ഇതാണ് നമ്മുടെ ചെറിയ ചോക്ലേറ്റ്. kg ആയിട്ടാണ് നമ്മൾ 1 കിലോ ഇത്ര രൂപ അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഇത് പിസ്തയുണ്ട്, സ്ട്രോബെറി ഉണ്ട്, പിന്നെ നമുക്ക് നമ്മുടെ സാധാരണ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടി ഉണ്ട് പാക്ക് ചെയ്യാൻ. അപ്പോഴാണ് പപ്പ പറഞ്ഞത് നമുക്ക് പോയിട്ട് ചോക്ലേറ്റ് ബോക്സിലാക്കിയിട്ട് വരാമെന്ന് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കുറച്ചൊക്കെ മെഷീൻ ഞങ്ങളുടെ വക റെഡിയാക്കലാണ്. അത് റെഡിയാക്കുന്ന ആളെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പുതിയ ബ്ലേഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ നമ്മൾ തന്നെ അത് സെറ്റ് ചെയ്തിട്ട് അടിച്ച് നോക്കിയതാണ്. അപ്പോൾ ചില ചോക്ലേറ്റുകളൊക്കെ ഇങ്ങനെ കട്ടാവുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കട്ടാവുന്ന കാരണം കൊണ്ട് നമ്മളതൊക്കെ ഒന്ന് നോക്കി പാക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. കാരണം കട്ടായ ചോക്ലേറ്റുകൾ മാറ്റി വയ്ക്കാനും അല്ലാത്ത ചോക്ലേറ്റുകൾ തിരഞ്ഞും ഒക്കെ എടുത്ത് വെക്കേണ്ടതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം എടുക്കുകയും ചെയ്തു. അങ്ങനെ നമ്മളത് പാക്ക് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഓരോ ചോക്ലേറ്റുകളും എടുത്തിട്ട് ഏതെങ്കിലും സൈഡ് കട്ടായിട്ടുണ്ട്, അതായത് ഉള്ളിലുള്ള ചോക്ലേറ്റ് കട്ടായിട്ടുണ്ടോ എന്ന് തിരയണതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. കാരണം നമ്മൾ കടയിൽ കൊടുക്കുമ്പോൾ ഒരാൾ കാശ് കൊടുത്ത് നമ്മൾ ചോക്ലേറ്റ് വാങ്ങിച്ച് അതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ലല്ലോ. നമ്മൾ നല്ല ചോക്ലേറ്റുകൾ വേണമല്ലോ കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്കതിങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ അറിയാം ആ കട്ടാവുന്ന ഭാഗങ്ങൾ, തുമ്പ്, അതായത് ചോക്ലേറ്റിൻ്റെ ഒരു തുമ്പ് ഭാഗം ഇങ്ങനെ കട്ടായിട്ടുണ്ടാവും. അത് പിന്നെ സീലാവാതെ വരുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകൾ നമ്മുടെ മെഷീനിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരഞ്ഞാണ് ബോക്സിലാക്കണത് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ആദ്യം കുറേ ചോക്ലേറ്റുകൾ തിരഞ്ഞു വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബോക്സിലാക്കാനായിട്ട് തുടങ്ങിയത്. ഒരു 10-40 ബോക്സിനുള്ള ചോക്ലേറ്റുകൾ നമ്മുടെ അടുത്ത് നമ്മൾ ഓൾറെഡി പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും നമുക്ക് ബോക്സിലാക്കാൻ പറ്റിയത് ആകെ 20 ബോക്സ് മാത്രമാണ് കേട്ടോ. ബാക്കി പകുതി ചോക്ലേറ്റ്സും നമുക്ക് കൊടുക്കാൻ പറ്റാത്ത പോലെയായി. അപ്പോൾ അതിന് ഇനി മെഷീനിൽ നമ്മൾ പാക്ക് ചെയ്തിട്ട് കാര്യമില്ല. മെഷീനിൻ്റെ അത് റെഡിയാക്കുന്ന ആളെ വിളിക്കണം, മെക്കാനിക്കിനെ വിളിക്കണം എന്ന് വിചാരിച്ച് പപ്പ അങ്ങനെ ഫോണെടുത്ത് അവരെ വിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ വൈകിട്ട് വരാമെന്ന് പറഞ്ഞു. വേറെ എവിടെയോ പോയിരിക്കുകയാണ്, വരുന്ന വഴി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോക്സിലൊക്കെ ആക്കി അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ കുറച്ച് ചോറ്, തലേ ദിവസത്തെ ചോറുണ്ടായിരുന്നു, അതങ്ങ് തിളപ്പിച്ച് ഊറ്റിയിട്ട് സമയം ഞങ്ങൾ പോരുമ്പോൾ 3 മണി 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ വരുമ്പോൾ. എന്നിട്ടാണ് ഞങ്ങൾ ഉച്ചത്തെ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ അത് ചോറ് തിളപ്പിച്ച് ഊറ്റി അങ്ങനെ ചോറുണ്ട്. വൈകുന്നേരത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ചിക്കൻ കറി ഉണ്ടല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ബാക്കി പിസ്ത ചോക്ലേറ്റും കൂടി പാക്ക് ചെയ്ത് ഇതുപോലെ 1 കിലോൻ്റെ കവറിലാക്കി സീൽ ചെയ്ത് റെഡിയാക്കി വെച്ചു കേട്ടോ. ഇനിയും അതിങ്ങനെ പുറത്ത് വെക്കേണ്ടെന്ന് വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞു, ഇത് 3ാമത്തെ ദിവസമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചെടികളൊക്കെ നനച്ചു. കാരണം വേഗം പണികൾ കഴിച്ചാലാണ് ഈ മെഷീൻ നന്നാക്കുന്ന ആൾ വരുമ്പോൾ നമുക്ക് വീണ്ടും കടയിലേക്ക് പോകാനുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ചെടികളൊക്കെ നനച്ചു. അതുപോലെ തന്നെ മുകളിൽ പപ്പ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കുത്തി വെച്ചതൊക്കെ നന്നായിട്ട് വേരൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ നനച്ച് സെറ്റാക്കി അങ്ങനെ മുകളിലത്തെ പണികൾ കഴിഞ്ഞ് അങ്ങനെ അടിയിലേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഒരു 3 ദിവസത്തെ തുണികൾ മടക്കി വയ്ക്കാനും ഒരാഴ്ചത്തെ തുണികൾ അയൺ ചെയ്യാനും എനിക്കുണ്ടായിരുന്നു. അതിങ്ങനെ കുന്നുകൂടി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്ക് ഒട്ടും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അയൺ ചെയ്യാനൊന്നും. അപ്പോൾ അജുവിനൊന്നും കോളേജിൽ പോകുമ്പോൾ ഇടാനായിട്ട് അയൺ ചെയ്ത ഷർട്ടോ പാൻറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അയൺ ബോക്സ് ചൂടാക്കാനായിട്ട് വെച്ചിട്ട് ആദ്യം പോയിട്ട് തുണികളൊക്കെ മടക്കി വയ്ക്കുകയാണ്. അപ്പോൾ അജുവിൻ്റെയും ആദുവിൻ്റെയും ഞങ്ങളുടെയൊക്കെ തുണികൾ മാറി സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ മടക്കി വയ്ക്കും. അതുപോലെ തന്നെ അയൺ ചെയ്യാനുള്ളതൊക്കെ ആ കമ്പിയുമ്പോൾ അങ്ങനെ കൊടുന്നിടുകയാണ് ചെയ്യാട്ടോ മടക്കുമ്പോഴാണെങ്കിലും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതൊക്കെ മടക്കി ഇത് കഴിഞ്ഞ് ആൾ വരുമ്പോൾ അരമണിക്കൂർ കഴിയുമ്പോൾ ആൾ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മെഷീൻ നന്നാക്കുന്ന ആൾ മെക്കാനിക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വേഗം മടക്കാനുള്ളത് മടക്കി വയ്ക്കുകയും അതുപോലെ തന്നെ അയൺ ചെയ്യാനുള്ളത് അയൺ ചെയ്യുകയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ സൺഡേ നമുക്ക് ചോക്ലേറ്റ് ചേട്ടൻ വരും. ചേട്ടന് വീണ്ടും നമുക്ക് ചോക്ലേറ്റ്സ് കൊടുത്തു വിടാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് വെള്ളിയാഴ്ചത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ്. പിന്നെ നല്ല തിരക്കായതുകൊണ്ട് എഡിറ്റ് ചെയ്യാനും ഇടാനൊന്നും പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ വെള്ളിയാഴ്ചയായി. ഇന്നെങ്കിലും ആ മെഷീൻ റെഡി ആയാലാണ് ഞങ്ങൾക്ക് ശനിയാഴ്ച ചോക്ലേറ്റ് ഉണ്ടാക്കി
ഞായറാഴ്ച അത് പാക്ക് ചെയ്ത് കൊടുത്തു വിടാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ചൊക്കെ ഞാൻ അയൺ ചെയ്ത് വെച്ചു. പപ്പയുടെ ഡ്രസ്സുകളാണ് നമ്മൾ അയൺ ചെയ്ത് മടക്കി വെക്കുന്നത്. അജുവിൻ്റെയും ആദുവിൻ്റെയും ഒക്കെ ഷർട്ടുകളും ടീഷർട്ടുകളൊക്കെ ഹാങ്ങറിൽ ഇടുകയാണ് ചെയ്യാട്ടോ. പക്ഷേ അയൺ ചെയ്ത് മുഴുവനായില്ല. അപ്പോഴേക്കും ഇപ്പോൾ പണിക്കാരൻ വന്നു, മെക്കാനിക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ പപ്പയും കൂടി കടയിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഒരു 7 മണിക്കാണ് ആൾ വന്നത്. ഒരു 4 മണിക്കൂർ സമയത്തെ കഠിന പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ മെഷീൻ പക്കയായിട്ട് നല്ല സെറ്റാക്കി തന്നു കേട്ടോ. ആൾ റെഡിയാക്കി തന്നു. അപ്പോൾ അവിടെ നമ്മുടെ കയ്യിൽ കുറച്ച് ചോക്ലേറ്റ് പാക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ന് കാലത്ത് ഞാൻ ഉണ്ടാക്കി വെച്ച കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു കണ്ടോ. അപ്പോൾ അത് പാക്ക് ചെയ്ത് ആ ഉണ്ടായിരുന്ന ചോക്ലേറ്റ് പാക്ക് ചെയ്തു കേട്ടോ. ഒരു 5-8 ബോക്സിലേക്കുള്ളതേ ഉണ്ടാവുള്ളൂ. അത് ഞാൻ ഞങ്ങൾ അവരുള്ളപ്പോൾ തന്നെ പാക്ക് ചെയ്ത് സെറ്റാക്കി പോരുകയാണ്. ഇപ്പോൾ സമയം എത്രയാണെന്നറിയോ? 11 മണി കഴിഞ്ഞു കേട്ടോ. ഇനി വീട്ടിൽ ചെന്ന് ചപ്പാത്തിക്ക് ഞാൻ കുഴച്ച് വെക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചപ്പാത്തിക്ക് കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ച് കുളിച്ച് ഒക്കെ കിടക്കുമ്പോഴത്തേക്കും ഇന്ന് സമയം 1 മണി 1:30 ആവും കേട്ടോ. 1:30 ആയിട്ടാണ് കിടന്നത്. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ്. ഈ വെള്ളിയാഴ്ച ഞങ്ങൾ കിടന്നത് 1:30 മണിയായി കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിൽ പോവാണ്. ഇന്ന് വേറെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.